വീഡിയോ ഓണാക്കിയിട്ടില്ല. ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു കുട്ടി ഷോപ്പിങ്ങിന് പോവാം കേട്ടോ. ഇന്ന് മോൻക്ക് വാങ്ങണം, ഹാഫിസിന് വാങ്ങണം, അതുമാതിരി തന്നെ പറ്റുകയാണെങ്കിൽ എനിക്കും വാങ്ങണം. ഇവിടെ അടുത്തുള്ള ഷോപ്പിംഗ് സെന്റർ കാട്ടോ പോകുന്നത്. ഇവിടെ എത്ര ദൂരം ഉണ്ട് ആഫ്ക? എത്ര ദൂരം ഉണ്ട്? ഒരു 10 to 15 minutes. ലാഫി, ഇത് മോളുടെ പേരെന്താ? മെറി ഹിൽസ് ആട്ടോ അതിൻ്റെ പേര്. അപ്പോൾ ഓക്കെ, നമുക്ക് അവിടുന്ന് കാണാം. ബൈ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടോ. ഞാൻ ഇവിടെ എത്തുന്നതിൻ്റെ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു, ഫോണിൽ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ മോൾ എങ്ങനെയാണ്, ഈ ഷോപ്പിംഗ് സെൻറ്റർ എങ്ങനെയാണെന്ന്. അപ്പോൾ അതിൽ ഞാൻ കണ്ടപ്പോൾ ഇത് ചെറുതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ മാളാണ്, ഐ മീൻ ഷോപ്പിംഗ് സെൻറ്ററാണ്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം എങ്ങനെയുണ്ട് ഇനിയും. അതിൻ്റെ കയ്യിലെന്താ? കയ്യിൽ ഞങ്ങളിവിടെ വന്നേക്ക് തന്നെ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് ഇവിടെ കേട്ടോ. എനിക്ക് ഇവിടുത്തെ ബബിൾ ടീ ഭയങ്കര ഇഷ്ടമാണ്. ഹാഫിസിനും ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ബബിൾ ടീ. Also a blueberry milk tea with just popping boba. Yeah. Thank you. Come. ടേസ്റ്റ് ഉണ്ടോ ആഫി? എന്തത്? മാംഗോ ടേസ്റ്റ് ചെയ്യണോ? ഇഷ്ടായോ? ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ ഈ ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ പല കോർണറിലും ഇങ്ങനെ കൗണ്ടേഴ്സ് കാണാം. ഇതെല്ലാം ഫ്രഷ് ഫ്ലവേഴ്സ് ആട്ടോ. ഇതൊക്കെ ഗിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗിഫ്റ്റ്സ് മാത്രമല്ല കേട്ടോ, അവർ ക്രിസ്മസിന് ഡെക്കോഴ്സും ഉണ്ട്, ഗിഫ്റ്റും ഉണ്ട്. ഇനി ഫ്ലവർ മാത്രമല്ല, വേറെ ടൈപ്സ് ഓഫ് ഗിഫ്റ്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ. പല റേറ്റിൻ്റെ ഗിഫ്റ്റുകളും നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, പല ടൈപ്പ് ഓഫ് ഹ്യൂമിഡിഫയേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഹ്യൂമിഡിഫൈ ചെയ്യാൻ മാത്രമല്ല, വീട്ടിൽ നല്ല സ്മെല്ലായിട്ട് ഇരിക്കാൻ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഈ ഷോപ്പ് കണ്ടോ, ഇത് പണ്ട് ഞങ്ങൾ ബർമിംഗ്ഹാമിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ന്യൂ കാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നുണ്ടായിരുന്നു. അവിടുത്തെ മാളിൽ ഞാൻ ഈ സെയിം ഷോപ്പ് കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ അവിടെ കയറണമെന്ന് വിചാരിക്കാറുണ്ട്, പക്ഷെ ടൈം കിട്ടാത്തതുകൊണ്ട് അവിടെ കയറാറില്ല. ഇന്ന് ഈ ഷോപ്പ് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഷോപ്പിലേക്കാട്ടോ കയറിയത്. ഇവിടെ മെയിനായിട്ട് അവരുടെ സ്കിൻ കെയർ, അതേമാതിരി ഹെയർ കെയർ, പിന്നെ ബോഡി കെയർസിൻ്റെ പ്രൊഡക്റ്റുകൾ അധികം. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ, ഇതൊരു ഷവർ ജെല്ലാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഗിൽറ്റേഴ്സാണ്. ഇവർ പറയുന്നത് ഇത് നാച്ചുറൽ ഗിൽറ്റേഴ്സ് എന്നാണ് പറയുന്നത്, പ്ലാസ്റ്റിക് ഫ്രീ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് കണ്ടോ, ഇതൊരു ബോഡി മിസ്റ്റാണ് കേട്ടോ. അതിലും ഗിൽറ്റേഴ്സ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ്. യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എങ്ങനെയാ അറിയില്ല. ഞാൻ ഈ ഷോപ്പിലേക്ക് കയറിയപ്പോൾ അധികം കണ്ടത് ഈ ബാത്ത് ബോംസ് ആട്ടോ. ഇവരെ മെയിൻ പ്രൊഡക്റ്റ് ഇതാന്ന് തോന്നുന്നു. ഇവിടെ പല കളറിലും പല പാക്കേജിലും അട്രാക്റ്റീവായിട്ടൊക്കെ ഞാൻ ഓരോ പ്രൊഡക്റ്റ്സ് കണ്ടു കേട്ടോ. സോപ്പ് ഉണ്ട്, അതുമാതിരി തന്നെ ഷവർ ജെല്ലുണ്ട്, ബോഡി ലോഷൻസ് ഉണ്ട്, ബോഡി മിസ്റ്റ് ഉണ്ട്, ഹെയർ കെയർ പ്രൊഡക്ട്സ് ഉണ്ട്. അങ്ങനെ പല ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. ഈ ഒരു ഇത് കണ്ടോ, ഇതൊരു ബനാനൻ്റെ, നമ്മൾ മിനിയൻസിൻ്റെ ഇതിലാണ്, പക്ഷേ ബനാന ഫ്ലേവറിലാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഇവർ കുറേ പ്രൊഡക്റ്റുകൾ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പാക്ക് ചെയ്ത് കണ്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് പാക്കേജൊക്കെ കാണാൻ. അതേമാതിരി ഈ ലഷിൻ്റെ പ്രൊഡക്റ്റുകൾ ഓൾ പാക്കേജിലും അവൈലബിൾ ആണ്. അതേമാതിരി ലാർജ്
ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരു സാമ്പിളിന് വെച്ച പ്രൊഡക്റ്റ്സ് ആണ്. ഇതെല്ലാം ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആട്ടോ. ഇത് വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞ് വെച്ച മാതിരിയുണ്ട്, നമ്മൾ ഹലുവ ഒക്കെ മാതിരി തോന്നും. സംഗതി സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ്. നല്ല റിവ്യൂ ഉണ്ട് ഇവരെ പ്രൊഡക്റ്റിന്. ഇതുണ്ടോ, ഇത് അവരെ ലിപ് സ്ക്രബിൻ്റെ കളക്ഷൻസ് ആട്ടോ. ഇത് ചെറി ഫ്ലേവറും അങ്ങനെ പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സും ഉണ്ട്, വാട്ടർമെലൻ അങ്ങനെ പല ഡിഫറൻസ്. അതൊന്നും പോരാത്തതിന് ഗിൽറ്ററുള്ളതടക്കം അതിലുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ, പാക്കേജിങ്ങും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒക്കെ സാമ്പിൾസ് അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇവരെ മെയിൻ പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നത് ഈ ബാത്ത് ബോംസ് ആണ്. പല ഡിഫറെൻറ്റ് ഷേപ്പിൽ ഇവിടെ കാണാം. ഇവരതേമാതിരി പറഞ്ഞു ചിലവർ ഇതൊന്ന് വാങ്ങിച്ചിട്ട് 4 പീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ടെന്ന്. എനിക്ക് നേരിട്ടും ബാത്ത് ബോംസ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പറയും റിലാക്സ് ചെയ്യാൻ, ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാന്നൊക്കെ പറയും ഈ ബാത്ത് ബോംസ്. അതേമാതിരി ഇതെല്ലതും ചിലതൊക്കെ നല്ല സ്വീറ്റ് സ്മെല്ലാട്ടോ, ഭയങ്കര ഫ്ലേവേർഡ് സ്മെല്ലൊക്കെ ഉണ്ട്. അതേമാതിരി കുട്ടികൾക്ക് അട്രാക്റ്റീവായിട്ടും വലിയവർക്ക് അട്രാക്റ്റീവായിട്ടും പല ഡിഫറെൻറ്റ് ഷേപ്പിലും അവർ അവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യു കെയിലേക്ക് വന്നതിൻ്റെ ശേഷം കേട്ടോ ഇങ്ങനെ ബാത്ത് ബോംസ് കാണുന്നത്, ഇതിനെപ്പറ്റി അറിയുന്നതേ ഇവിടെ വന്നതിന് ശേഷം. കാരണം മിക്ക ഷോപ്പിലും നമുക്കിങ്ങനെ ബാത്ത് ബോംസ് കാണാം. ഇവരെല്ലാത്തിൻ്റെ ഡെമോൺസ്ട്രേഷനും കാണിച്ചു തരുന്നുണ്ട്. അതുമാതിരി ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്മെല്ലും ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറഞ്ഞുതരാം കേട്ടോ. ഇനി നെക്സ്റ്റ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ മോനെ ഒരു സൈഡിൽ നമുക്ക് എൻജോയ് ചെയ്യിപ്പിക്കണം. നമ്മൾ ഷോപ്പിംഗ് നടക്കണം, മോന് ഹാപ്പി ആവണം. ഞങ്ങൾ ഫസ്റ്റ് പോയത് ഇങ്ങോട്ടാട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള പാരൻസ് ആണെങ്കിൽ ഈ ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് വരികയാണെങ്കിൽ ആദ്യം കസ്റ്റമർ സർവീസ് സെൻറ്ററിൻ്റെ അവിടെ പോവുക. അപ്പോൾ നമുക്കൊരു ഫോം കിട്ടും. അപ്പോൾ നമ്മൾ ആ ഫോമിൽ നമ്മൾ ഇൻഫോർമേഷൻസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ പേയ്മെൻറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി ഒരു കാറ് കിട്ടും കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഷോപ്പിങ്ങും ചെയ്യാം, കുട്ടികൾക്ക് എൻജോയ്മെൻറ്റും ആയിരിക്കും. അപ്പോൾ കാറ് മാത്രമല്ല കേട്ടോ, അവിടെ പ്രാമും ഉണ്ട്. അതേമാതിരി ഇപ്പോൾ 2 കിഡ്സ് ഉള്ളവരാണെങ്കിൽ അവർക്ക് 2 സീറ്റുള്ള കാറും അവൈലബിൾ ആണ് കേട്ടോ. അതിനനുസരിച്ച് ചെറിയ പേയ്മെൻറ്റ് ഡിഫറൻസേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ അവർ മണിക്കൂറിനാണ് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹോൾ ഡേൻ്റെ ചാർജ് എടുക്കുക. അങ്ങനെ നമ്മൾ കാറും എടുത്ത് മോനെയും കൂട്ടി ഫസ്റ്റ് പോയത് പ്രൈമാർക്കിലേക്കാട്ടോ. നമുക്ക് മെയിനായിട്ട് നമ്മളിവിടെ വന്നത് മോന് കുറച്ച് വിൻ്റർ ഡ്രസ്സുകളും പിന്നെ അതേമാതിരി ഹാഫീസിനും വിൻ്റർ ഡ്രസ്സ് വാങ്ങാനാണ്. ഇത് കണ്ടോ, ഇത് പെറ്റ്സിൻ്റെ ഡ്രസ്സാട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് തീമിലുള്ള ഡ്രസ്സാണ്. ഇവിടെ ഇപ്പോൾ യു കെയിൽ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ മിക്ക സ്ഥലത്തും നമുക്ക് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഡ്രസ്സാട്ടോ കാണാൻ പറ്റുക. ഇവിടെ പൊതുവേ യു കെയിൽ പറയുക പ്രൈമാർക്കാണ് ചീപ്പും അഫോർഡബിളും എന്നാണ് പറയുക. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് മാത്രമാണോ അതോ ഇനി വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിക്കണോ അറിയില്ല. എനിക്ക് പ്രൈമാർക്ക് അത്ര ചീപ്പാന്ന് തോന്നിയിട്ടില്ല. എനിക്ക് അത്യാവശ്യം പ്രൈസ് ആവാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങനെയും തിരഞ്ഞ് ഓഫറൊക്കെ ഉള്ള സമയത്ത് വന്ന് എടുക്കേണ്ടി വരും. പിന്നെ എനിക്ക് ഇവിടുത്തെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി അത്ര ഇഷ്ടമായിട്ടില്ല. വേഗം അലക്കുമ്പോഴൊക്കെ വേഗം നാശാവുന്ന മാതിരി തോന്നാറുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇവിടുന്ന് എടുക്കാൻ നല്ലത് തോന്നിയിട്ടുണ്ട്. കാരണം മക്കൾ പെട്ടെന്ന് വലുതാവില്ലേ, അപ്പോൾ അവർക്ക് എല്ലാ കൊല്ലം ഡ്രസ്സ് വാങ്ങേണ്ട അവസ്ഥ. അപ്പോൾ ഇവിടുന്ന് എടുക്കായിരിക്കും ബെറ്റർ എന്ന് തോന്നി. അതാ മോൻക്ക് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ ക്രിസ്മസ് ആയതുകൊണ്ട് അവർ ഡെക്കറേറ്റ് ചെയ്താട്ടോ. ഈ മാളിൻ്റെ പല കോർണറിലും ഇങ്ങനെ പല ഡിഫറെൻറ്റ് ഡെക്കറേഷൻസ് കാണാം കേട്ടോ. എല്ലാം ക്രിസ്മസ് ബേസ്ഡ് തീമായിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അതേമാതിരി നല്ല തിരക്കുണ്ടായിരുന്നു മാളിൽ. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഫ്രൈഡേൻ്റെ തിരക്കുണ്ട്, പിന്നെ പോരാത്തതിന് ക്രിസ്മസ് ഷോപ്പിങ്ങിൻ്റെ തിരക്കും ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒരു സംഗതി കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു ക്രിസ്മസ് ട്രീ അവർ ചെയ്തതാട്ടോ. അത് ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ ഒരു വിധത്തിൽ ഷോപ്പിങ്ങും കഴിഞ്ഞ് വിശന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ കയറി കേട്ടോ. ഇനി സൺഡേ ആയതുകൊണ്ടാണോ ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇനി പൊതുവേ ഈ ഷോപ്പിംഗ് സെൻറ്റർ ഇങ്ങനെയാണോ എന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 ബർഗേഴ്സാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല ബർഗർ എന്ന് പറഞ്ഞാൽ, ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഹാഫീസിന് ഇഷ്ടമായിട്ടോ, കുഴപ്പമില്ല.
അങ്ങനെ ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാട്ടോ ഞാൻ ഈ ഒരു ഷോപ്പ് എൻ്റെ കണ്ണിൽ പെട്ടത്. ഈ കാണുന്നതെല്ലാം ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കാറാണ്. യെസ്, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? എല്ലതും ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കാറാണ്. എഡിബിൾ ആയിട്ടുള്ള ചോക്ലേറ്റ് കൊണ്ട്. ഇനി കാറ് മാത്രമല്ല കേട്ടോ, ഇതിലവർ ക്യാമറ, അനിമൽസ്, സ്നേക്സ്, റാബിറ്റ്സ്, ടെഡി ബിയേഴ്സ് അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഷേപ്സിൽ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. പല ഫ്ലേവേഴ്സിൽ ഇവരെ ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും എഗ്ഗ്, ഗിറ്റാറ്, ഷൂസ്, അതൊന്നും പോരാത്തത് സ്പാനേഴ്സ്, സ്ക്രൂ ഡ്രൈവേഴ്സ്, അങ്ങനെ പല 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 ഡിഫറെൻറ്റ് ഷേപ്സ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാ കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അത്യാവശ്യത്തിനുള്ള സാധനമൊക്കെ കിട്ടി ട്ടോ. നിങ്ങൾക്ക് ഇത് എന്തൊക്കെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഐ ഹോപ്പ് യു ആൾ ലൈക്ക് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.